everyone. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റിയൊക്കെ പഠിച്ചു അല്ലേ. അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ജനറേറ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ജനറേറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസാണ്, എൻ ഇലക്ട്രിക് ഡിവൈസ് വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് എന്ത്? ജനറേറ്റർ. അപ്പോൾ ഈ ജനറേറ്റർ രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് എ സി ജനറേറ്റർ എന്ന് പറയും, ഡി സി ജനറേറ്റർ എന്ന് പറയും. അപ്പോൾ എ സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഈ എ സി എന്ന് പറഞ്ഞ വേർഡ് എന്താണ്, ഡി സി എന്ന് പറഞ്ഞ വേർഡ് എന്താണെന്ന് അതിൻ്റെ ഫുൾ ഫോം എന്താ മനസ്സിലാക്കാം. എ സി എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എന്ന് പറയും, ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറൻറ്റ്. അപ്പോൾ ഈ എ സി എന്ന് പറയുന്ന വേർഡ് സാധാരണ നമ്മളുടെ വീടുകളിലൊക്കെ വരുന്ന ഇലക്ട്രിക് കറണ്ട് ഉണ്ടല്ലോ, അത് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റാണ്. അപ്പോൾ ആ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് കാണാൻ പറ്റും. ഇതിനാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എന്ന് പറയുന്നത്. ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരേപോലെ ആയിരിക്കും ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതിനാണ് നമ്മൾ എന്താ പറയുക, ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡി സി സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ബാറ്ററീസിലാണ് ഈ ഡി സി കറണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ജനറേറ്ററിനെ പറ്റി പഠിക്കുന്നത് നമ്മളുടെ നോർമൽ ജനറേറ്റർ, ഇപ്പോൾ വീടുകളിലോ ഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ജനറേറ്റർ ഉണ്ട്. അതേപോലെ പവർ സ്റ്റേഷൻസ് ഉണ്ട്. ലാർജ് സ്കെയിലിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്താണ് പവർ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ജനറേറ്ററിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കും. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇത് നമ്മൾ മോട്ടോർ പഠിച്ചില്ലേ, ആ മോട്ടറിൻ്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ഒറ്റൊരു വ്യത്യാസമുള്ളൂ. മോട്ടറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സിന് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ നമ്മളുടെ ജനറേറ്റേഴ്സിൽ അങ്ങനെയല്ല. നമ്മൾ പുറമേ നിന്നൊരു വോൾട്ടേജ് ഒന്നും നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ല. നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇവിടെ കണ്ടോ ആർമേച്ചർ എന്നൊരു സാധനമുണ്ട്. ഈ ആർമേച്ചർ പറഞ്ഞ ആ കോയിലിനെ നമുക്ക് തിരിപ്പിക്കണം. അത് തിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പല മെത്തേഡ് യൂസ് ചെയ്യും. അതിൽ ഒന്നാണ് നമ്മളുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർമേച്ചറിൻ്റെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വിചാരിച്ചു. ഇവിടെ നമ്മളൊരു പൽചക്രം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗിയർ വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയറിൻ്റെ മുകളിൽ വെള്ളം വീഴുമ്പം ഇതെന്ത് ചെയ്യും, ഇതിങ്ങനെ കറങ്ങാൻ തുടങ്ങും അല്ലേ. അപ്പം ഈ ആർമേച്ചർ എന്ത് ചെയ്യും, ഇവിടെ റൊട്ടേറ്റ് ചെയ്യും. പിന്നെ ചില സ്ഥലങ്ങൾ ഇപ്പം തെർമൽ പവർ സ്റ്റേഷൻ ആണെങ്കിൽ വെള്ളം ഒക്കെ ചൂടാക്കി അതിനകത്തുനിന്ന് വാട്ടർ വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ നമ്മൾ ഈ പൽചക്രത്തിലെ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ആർമേച്ചർ കണ്ടിന്യൂസ് ആയിട്ട് തിരിയും. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം എന്തിനാണ് അങ്ങനെ നമ്മൾ ആർമേച്ചർ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന കേസിൽ അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക, മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള നമുക്കറിയാം നോർത്ത് ടു സൗത്ത് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് അല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. നമ്മളൊരു കണ്ടക്ടറിനെ അപ്പ് ആൻഡ് ഡൗണോ അല്ലെങ്കിൽ റൊട്ടേറ്റോ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താവും, കട്ട് ചെയ്യും അല്ലേ, കട്ടായി പോകുമ്പം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം എന്താ, ആൻ ഇലക്ട്രിക് കറണ്ട് ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദാറ്റ് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് കറണ്ട് നമ്മളുടെ ഈ സർക്യൂട്ടിൻ്റെ അകത്ത്, അതായത് നമ്മൾ ഈ ആർമേച്ചറിൻ്റെ അകത്ത് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ്, നമ്മൾ ഈ ആർമേച്ചർ കോയിലിനെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ടാവുന്നത് കൊണ്ട് ഈ ആർമേച്ചർ കോയിലിൻ്റെ അകത്തൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറമേക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എടുക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നമുക്ക് കിട്ടുന്ന കറണ്ടാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിലോ വീടുകളിലോ പകരം ഇലക്ട്രിസിറ്റി തരാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ജനറേറ്ററിൻ്റെ പാർട്സ്? ജനറേറ്ററിന് മെയിനായിട്ട് വേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന മാഗ്നറ്റ്സ് ആണ്, ഫീൽഡ് മാഗ്നറ്റ്സ് എന്ന് പറയും. പിന്നെ ഒരു ആർമേച്ചർ കോയിൽ എന്ന് പറയുന്ന ഇതൊരു സോഫ്റ്റ് ആൻഡ് കോറാണ്. അതിന് മുകളിൽ കുറേ കോപ്പറിൻ്റെ വയറിന് ചുറ്റിയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഈ ആർമേച്ചറിൻ്റെ ഒരറ്റം ഒരു സ്ലിപ്പ് റിങ്ങിൻ്റെ മുകളിലും മറ്റേ അറ്റം ബ്ലൂ കളറിലെ അറ്റം ഈ രണ്ടാമത്തെ സ്ലിപ്പ് റിങ്ങിൻ്റെ മുകളിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ആർമേച്ചർ കറങ്ങുന്നതിനനുസരിച്ചിട്ട് ഈ സ്ലിപ്പ് റിങ് എന്ത് ചെയ്യും, കറങ്ങുന്നുണ്ടാവും. പിന്നെ ഇവിടെ B1 B2 എന്ന് കാണുന്നില്ലേ, അത് കാർബൺ ബ്രഷസ് ആണത്. അപ്പോൾ ഈ റിങ്ങിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു B1 എന്ന് പറഞ്ഞ കാർബൺ ബ്രഷ് ഉണ്ട്. ഈ റിങ്ങിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് B2 എന്ന് പറഞ്ഞൊരു കാർബൺ ബ്രഷ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. പിന്നെ ഇവിടെ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പം കറണ്ടിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും, അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു റൂള് പഠിച്ചിരുന്നു അല്ലേ. ആ റൂൾ എന്തായിരുന്നു? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൽ നമ്മളിപ്പം കറക്കം എങ്ങനെയായിരിക്കും? എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അല്ലേ കറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കറങ്ങുമ്പം ഈ എ ബി എന്ന് പറയുന്ന ഭാഗം മുകളിലോട്ടേക്ക് വരും, സ്വാഭാവികമായിട്ട് സി ഡി എന്ന് പറയുന്ന പാർട്ട് എന്താവും താഴേക്ക് വരും. പിന്നെ ഈ ആർമേച്ചർ കോയിൽ ഇപ്പോൾ കറങ്ങി ഇങ്ങനൊരു പെർപെൻഡിക്കുലർ നിന്ന് ഇതേപോലെ ഒരു ഷേപ്പിൽ, അതായത് ഈ മാഗ്നറ്റിനെ പാരലായിട്ട് വരുമ്പം ഇവിടെ ഫീൽഡ് ലൈൻസ് മാറുന്നില്ല അല്ലേ, ഫീൽഡ് ലൈൻസ് മാറുന്നില്ല. അപ്പോൾ എന്താവും? 0. അതായത് ഒരു 1/4 റൊട്ടേഷൻസ് പറയും. ഇവിടുന്ന് ഇത് പൊന്തി കറക്റ്റ് ഇങ്ങനെ നേരെ ആവുന്നത് വരെ, അത് നമ്മൾ ക്വാർട്ടർ റൊട്ടേഷൻ പറയും. 1/4 കാൽഭാഗം റൊട്ടേറ്റ് ചെയ്യുമ്പം നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ മാക്സിമം പോയിന്റിൽ കറണ്ട് എത്തിയിട്ടുണ്ടാവും. പിന്നെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെയാണ് എ ബി എത്തിയെന്ന് വിചാരിക്കുക. എ ബി ഇവിടെ എത്തി, സി ഡി ഇവിടെയുണ്ട്. അപ്പം എ ബി താഴോട്ടേക്കാണ് വരുന്നത് അല്ലേ, എ ബി താഴോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ ഈ താഴോട്ടേക്ക് വരുന്നതനുസരിച്ച് നമ്മളുടെ ഗ്രാഫും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ താഴെ വന്നിട്ട് ഈ പോയിന്റിൽ വരുമ്പം 0. അതായത് വീണ്ടും ഇവിടുന്ന് സി ഡി ഇവിടെ എത്തും, എ ബി താഴെ എത്തുമ്പോൾ വീണ്ടും എന്തായി? പാരലായി മാഗ്നറ്റിക് ഫീൽഡ്. ആ പോയിന്റിൽ എന്താവും? കറണ്ട് 0 ആവും. പിന്നെ ഈ ഭാഗത്ത് പൊന്തി വരുന്ന ആരാ? സി ഡി ആണ് വരുന്നത്. എ ബിൻ്റെ പൊസിഷനിൽ സി ഡി വരുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഗ്രാഫ് പോസിറ്റീവ് പാർട്ടിൽ നിന്ന് താഴേക്ക് നെഗറ്റീവ് ഭാഗത്തേക്ക് പോകുന്നതാണ് കാണുന്നത്. പിന്നെയും മാക്സിമം പോയിൻ്റ് എത്തും, പിന്നെയും വീണ്ടും എന്ത് ചെയ്യും? റൈസ് ചെയ്യും നമുക്ക് കാണാം. ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ റിവേഴ്സ് ആയത്? റിവേഴ്സ് ആവാൻ കാരണം നമ്മളുടെ ആർമേച്ചർ കോയിലിൻ്റെ എ ബി എന്ന് പറയുന്ന ഭാഗം മുകളിലേക്കൊക്കെ പോയി അത് സി ഡിൻ്റെ പ്ലേസിൽ വന്നു. അപ്പം കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഇപ്പോൾ എ ബി ഇങ്ങോട്ടേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്തതെങ്കിൽ ഈ സമയത്ത് സി ഡിയിൽ ഇങ്ങോട്ടേക്കായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. ഓക്കെ. അപ്പം ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ആ ഡയറക്ഷനൊക്കെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കാം. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൽ അപ്വേർഡാണ് ഫോഴ്സ് അല്ലേ, ഫോഴ്സ് അപ്വേർഡാണ്, നമ്മളുടെ മൂവ്മെൻറ്റ് അപ്വേർഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ആണ്. അപ്പോൾ ഈ വിരലിൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും എന്ത് വരിക? കറണ്ട് ഫ്ലോ ചെയ്യുക, അതായത് എ ബിന്ന് പുറത്തേക്ക്. ഓക്കെ. എ ബിന്ന് പുറത്തേക്കായിരിക്കും കറണ്ട് വരുന്നത്. അപ്പോൾ സി ഡിയിൽ എങ്ങോട്ടേക്കായിരിക്കും? എ ബിയിൽ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പിന്നെ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ വീണ്ടും റൊട്ടേഷനൊക്കെ നടന്ന് ഡയറക്ഷൻ മാറി ഇതേപോലെ ഗ്രാഫിൽ വരുന്നത് നടക്കും. ഓക്കെ. അപ്പം അവിടെ കറണ്ട് എന്താവുന്നുണ്ട്? ഓൾട്ടർനേറ്റ് ആവുന്നുണ്ട്. നമ്മളുടെ എ ബി സി ഡി എന്ന് പറഞ്ഞ പൊസിഷൻ മാറുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ അല്ലേ, അടുത്ത അപ്പ് വരുന്ന വരെ നമ്മൾ 1 സൈക്കിൾ എന്ന് പറയുന്നത്, ഒരു സൈക്കിളിന് ഇതാണ് നമ്മൾ പറയാം. അപ്പോൾ ഇന്ത്യയിൽ 50 ഹെർട്സ് ആണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സെക്കൻഡിൽ 50 ഹെർട്സ്, 50 പ്രാവശ്യമാണ് ഒരു സെക്കൻഡിൽ ഇങ്ങനെ ആർമേച്ചർ കറങ്ങുന്നത്. ഓക്കെ. 50 ടൈംസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായാലും ഒന്നും കൂടി വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ജനറേറ്റർ ആണ് എന്ത്? ഡി സി ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഡി സി ജനറേറ്ററിന് പ്രത്യേകം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇവിടെ ഒറ്റ ഒരു റിങ്ങേ ഉള്ളൂ. പക്ഷേ ഈ റിങ് എന്തല്ല, ഫുൾ റിങ് അല്ല. ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ 2 ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്ലിപ്പ് റിങ്ങിൻ്റെ പകരം സ്പ്ലിറ്റ് റിങ് ആക്കും. റിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്ത് പിന്നെ കാർബൺ ബ്രഷ് ഈ ഓരോ ഹാഫായിട്ടാണ് കോൺടാക്റ്റ്. അപ്പോൾ ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പം സ്പ്ലിറ്റ് റിങ് റൊട്ടേറ്റ് ചെയ്യും, ബ്രഷസ് റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തത്? നമുക്ക് ഡയറക്റ്റ് കറണ്ട്, അതായത് ഓൾട്ടർനേറ്റ് കറണ്ട് ആവാതെ ഒരേ ഡയറക്ഷനിലുള്ള കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ സ്ലിപ്പ് റിങ്ങിന് പകരം സ്പ്ലിറ്റ് റിങ് വെച്ചത്. അപ്പം അങ്ങനെ സംഭവിക്കുമെന്നില്ല, നെഗറ്റീവ് കറണ്ട് ഇവിടെ വരുന്നില്ല, നെഗറ്റീവ് ഡയറക്ഷനിലേക്കുള്ള കറണ്ട് വരുന്നില്ല. ഒരേപോലെ ആയിരിക്കും കറണ്ടിൻ്റെ വരവ് ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പം ജസ്റ്റ് ഒരു ഇതേ ഉള്ളൂ. സ്ലിപ്പാകുമ്പം ഇതേപോലെ 2 റിങ് വേണ്ടിയത്, സ്പ്ലിറ്റിന് ഒറ്റൊന്ന് മതി. അപ്പം ഈ ആർമേച്ചർ കോയിൽ ഇവിടെ തിരിഞ്ഞിട്ട് ഇപ്പുറത്തെത്തുമ്പം ഈ സ്പ്ലിറ്റ് റിങ് എന്ത് ചെയ്യും? ഇവിടെ കോൺടാക്റ്റിൽ വന്നു. അപ്പോൾ കറണ്ട് കട്ടാവുന്നില്ല, പക്ഷേ അപ്പ് ആൻഡ് ഡൗണിൻ്റെ പകരം 0 ആയി വീണ്ടും ഇങ്ങനെ. കാരണം 0 ആവാൻ കാരണം എന്താ? ഇതും ഇങ്ങനെ തന്നെ വരൂലേ, പാരലാവും, ഇതിന് കറക്റ്റ് പാരലാവും. അതുകൊണ്ടാണ് ഇവിടെ 0 ആവുന്നത്. പിന്നെ അപ്പാവും, പിന്നെ ഡൗൺ ആവും. പക്ഷേ എന്താവില്ല, നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകില്ല. അപ്പോൾ ആ നെഗറ്റീവ് ഡയറക്ഷൻ പോവാതെ ഒരേ തരത്തിലുള്ള കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് റിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി
ഇതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് നമ്മളിപ്പം കണ്ടു കഴിഞ്ഞു. നോർത്ത് സൗത്ത് കാണിക്കുന്ന മാഗ്നറ്റ്, ഫീൽഡ് മാഗ്നറ്റ് രണ്ട് സ്ഥലത്തും വേണം അല്ലേ. നമ്മളുടെ ഏത് ടൈപ്പ് മാഗ്നറ്റ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് എന്ത്, ഫീൽഡ് മാഗ്നറ്റ്. DC ജനറേറ്ററിലും ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. ABCD എന്ന് പറയുന്നത് AC ജനറേറ്റർ ആണെങ്കിലും DC ജനറേറ്റർ ആണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ എന്തുണ്ട്, ആർമേച്ചർ ഉണ്ട്. ABCD എന്താണ്, ആർമേച്ചറാണ്. അപ്പം AC ആൻഡ് DC ജനറേറ്ററിന് രണ്ടും എന്തുണ്ട്, ആർമേച്ചർ കോയിലുണ്ട്. ഇവിടെ ആർമേച്ചർ ഉണ്ട്, ഇവിടെയും ആർമേച്ചർ ഉണ്ട്. ഓക്കെ, B1 B2 എന്താണ്, കാർബൺ ബ്രഷസ് ആണ് അല്ലേ, കാർബൺ ബ്രഷസ്. നമ്മൾ വെറും ബ്രഷ് എന്ന് എഴുതിയാലും മതി, കാർബൺ ബ്രഷാണത്. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? കാർബൺ ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് നമുക്ക് കറണ്ട് എത്തിക്കണം അല്ലേ. AC ആണെങ്കിലും DC ആണെങ്കിലും ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കണ്ടേ, ഇവിടെ മാത്രം ഉണ്ടായാൽ പോരല്ലോ. നമ്മൾ എന്ത് ചെയ്യണം, നമുക്കത് ഉപയോഗിക്കാൻ പറ്റണം. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറമേയുള്ള സർക്യൂട്ടിലേക്ക് നമ്മളൊരു കാർബൺ ബ്രഷസിന് വെക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വേറെ എന്തിനാണോ നമുക്ക് ആവശ്യമുള്ളത് അത് ഔട്ട്പുട്ടിലേക്ക് എടുക്കും. പിന്നെ R1 R2 എന്താ, AC ജനറേറ്ററിലാണെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്ന R1 എന്താണ്, സ്ലിപ്പ് റിംഗ് ആണ്. സ്ലിപ്പ് റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. DC ജനറേറ്റർ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് സ്പ്ലിറ്റ് റിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി what happens to the magnetic field lines linked with the armature coil when the armature of the generator rotates? ആർമേച്ചർ കോയിലിൻ്റെ റൊട്ടേഷൻ്റെ കാരണം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് എന്ത് സംഭവിക്കുന്നു? അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ചേഞ്ച് ആവും അല്ലേ. അവിടെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ ചേഞ്ച്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ മാറ്റം, ചേഞ്ചസ് ഉണ്ടാവും. വിൽ ദർ ബി എ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ? ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ വ്യത്യാസം വരുന്നുണ്ടോ? വരും, നമ്മൾ കണ്ടതല്ലേ അല്ലേ, മനസ്സിലാക്കിയതാണ്. യെസ്, ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. പിന്നെ വിൽ ദ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ബി AC or DC? AC or DC, സ്ലിപ്പ് റിങ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ AC കറണ്ട് നമുക്ക് കിട്ടും. സ്പ്ലിറ്റ് റിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ DC കറണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ സ്ലിപ്പ് റിംഗ് ആണ് ആദ്യം നമ്മൾ കണ്ടത്, അപ്പോൾ അവിടെ കിട്ടുന്ന കറണ്ട് എന്താ, AC ആണ്. സ്പ്ലിറ്റ് റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, DC കിട്ടും. വിച്ച് മെക്കാനിസം ട്രാൻസ്ഫേഴ്സ് ദ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്? AC ജനറേറ്ററിൽ പുറമേക്ക് കറണ്ടിന് എത്തിക്കുന്ന ആരാണ്, സ്ലിപ്പ് റിംഗ് ആണ്. DC ജനറേറ്റർ ആണെങ്കിൽ അവിടെ പുറമേക്ക് കറണ്ടിന് എത്തിക്കുന്ന ആരാണ്, സ്പ്ലിറ്റ് റിങ്സ് ആണ്. സ്പ്ലിറ്റ് റിംഗ് ആണ് എന്ത് ചെയ്യുന്ന കറണ്ടിനെ എക്സ്റ്റേണൽ ഇതിലേക്ക് എത്തിക്കുന്നത്. അവിടെ ബ്രഷസും ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ബ്രഷസും ഉണ്ട്. സ്പ്ലിറ്റ് റിംഗ് ആൻഡ് ബ്രഷസ്, ഈ രണ്ട് സാധനങ്ങൾ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കറണ്ടിനെ എത്തിക്കുന്നത്. ഓക്കെ, വിൽ കറണ്ട് ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ ഫ്ലക്സ്? ഫ്ലക്സിന് വ്യത്യാസം വരുമ്പം ആർമേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ആർമേച്ചറിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമുക്ക് പുറമേക്ക് കറണ്ട് കിട്ടുന്നത്. ഓക്കെ, അവിടെ ഉണ്ട്, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്പ്ലിറ്റ് റിങ്സ് ഇൻ എ DC ജനറേറ്റർ? അപ്പം സ്പ്ലിറ്റ് റിങ്ങിൻ്റെ ആവശ്യം എന്താ, ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയും തോറും ഇൻഡ്യൂസ് കറണ്ടിനെ ഔട്ടർ സർക്യൂട്ടിലേക്ക് ഒറ്റൊരു ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്യുന്ന ഫംഗ്ഷനാണ് ആർക്ക്, നമ്മളുടെ സ്പ്ലിറ്റ് റിങ്ങിന്. അതായത് ഓരോ ഹാഫ് റൊട്ടേഷൻ, അപ്പോൾ ആദ്യം ഇങ്ങനെയായിരുന്നു, പിന്നെ അതിങ്ങനെയാവും, വീണ്ടും അത് ഇതേപോലെ ആവും. ഇതാണ് ഒരു ഹാഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹാഫ് റൊട്ടേഷനിൽ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഒരേപോലെ കറണ്ട് ഇങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആര് സഹായിക്കുന്നത്, നമ്മളുടെ സ്പ്ലിറ്റ് റിങ് സഹായിക്കുന്നത്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ AC ജനറേറ്റേഴ്സ് ആൻഡ് DC ജനറേറ്റേഴ്സ്. ACയും DC ജനറേറ്ററിലും സിമിലാരിറ്റിയും ഡിഫറൻസ് ആണ് എഴുതാൻ പറയുക. സിമിലാരിറ്റി എന്താ, രണ്ടിനും ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, രണ്ടിനും ആർമേച്ചർ കോയിൽ ഉണ്ട്. ബോത്ത് ആർമേച്ചർ ദ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇസ് AC. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളവിടെ ആർമേച്ചറിൽ രണ്ടിലും AC ജനറേറ്ററാണ് DC ജനറേറ്ററാണ് ഫോം ചെയ്യുന്ന കറണ്ട് തന്നെയാണ്, AC തന്നെയാണ്. പക്ഷേ അതിനെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആരാ, സ്പ്ലിറ്റ് റിംഗ് ആണ്. ഓക്കെ, എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള സ്പ്ലിറ്റ് റിംഗ് ആണ് കറണ്ടിനെ എന്താക്കി മാറ്റുന്നത്, DC ആക്കി മാറ്റുന്നത്. നമ്മളവിടെ സ്ലിപ്പ് റിംഗ് ആണെങ്കിലോ AC ആയി മാറും. ഓക്കെ, അപ്പം സ്പ്ലിറ്റ് റിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് റിംഗ് ആണ് ജനറേറ്റ് ചെയ്ത് AC-നെ DC ആക്കി മാറ്റുന്നത്. ഓക്കെ, അത് നമ്മൾ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയും. കമ്മ്യൂട്ടേറ്റർ
ഒറ്റ ഡയറക്ഷനിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അത് മനസ്സിലാക്കുക. ഇനി വേറെ സിമിലാരിറ്റി എന്താ? എ സി ജനറേറ്ററിൽ സ്ലിപ്പ് റിംഗ് ആണെങ്കിൽ ഡി സി ജനറേറ്ററിന് സ്പ്ലിറ്റ് റിംഗ് ആയിരിക്കും. എ സി ജനറേറ്ററിന് പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ട് കറണ്ട് എന്താണ്? എ സി കറണ്ടാണ്. വേറെ ഡി സി ജനറേറ്ററിനോ ഡി സി കറണ്ടാണ് വരുന്നത്. ഇത്രയാണ് സിമിലാരിറ്റിയും അതിൻ്റെ ഡിഫറൻസസും വരുന്നത്. ക്ലിയർ ആയല്ലോ? വാട്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി വിൽ ബി ഒബ്റ്റെയിൻഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ഇഫ് ദ ആർമേച്ചർ ഓഫ് എ ഡി സി ജനറേറ്റർ ഇസ് കെപ്റ്റ് സ്റ്റേഷനറി ആൻഡ് ദ ഫീൽഡ് മാഗ്നറ്റ് ഇസ് റൊട്ടേറ്റഡ് വൈ. അപ്പം എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ആർമേച്ചർ ഓഫ് ഡി സി ജനറേറ്റർ നമ്മൾ സ്റ്റേഷനറി വെച്ച് ഫീൽഡ് മാഗ്നറ്റ് തിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇലക്ട്രിസിറ്റി എന്ത് എ സി തന്നെയാണ് അല്ലേ? എ സി തന്നെയാണ് വരുന്നത്. അവിടെ നമ്മൾ പറഞ്ഞല്ലോ സ്പ്ലിറ്റ് റിങ്ങോ സ്ലിപ്പ് റിംഗ് ആണോ തീരുമാനിക്കുന്നത് പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ട് കറണ്ട് എ സി ആണോ ഡി സി ആണോ എന്നുള്ളത്. അപ്പോൾ എ സി കറണ്ട് അതുകൂടെ അങ്ങോട്ട് പോയിക്കോളും. ഓക്കെ, മൂവ്മെൻറ്റ് ഉണ്ടാവണം ഏതെങ്കിലും ഒന്ന്. ഒന്നെങ്കിൽ മാഗ്നറ്റ് മൂവ് ചെയ്യണം അല്ലെങ്കിൽ ആർമേച്ചർ മൂവ് ചെയ്യണം. മൂവ്മെൻറ്റ് ഉണ്ടോ അവിടെ തീർച്ചയായിട്ടും എന്തുണ്ട്? കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മളുടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. എ സി ജനറേറ്ററിൽ നേരത്തെ വരച്ച് കാണിച്ചു. ഇതേപോലെ ഡി സി ജനറേറ്ററിൽ ഇങ്ങനെയാണ് ഔട്ട്പുട്ട് കറണ്ട് വരിക. നമ്മളുടെ സാധാരണ സെല്ലുണ്ടല്ലോ, സെല്ലിൽ ഒരേപോലെ ആയിരിക്കും വോൾട്ടേജ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ ചെറിയ ജനറേറ്ററിന് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ലാർജ് സ്കെയിലിൽ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലാർജ് സ്കെയിലിൽ കറണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യിക്കണമെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്താ പറയുന്നത്? പവർ സ്റ്റേഷൻസ് എന്ന് പറയും. അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ പവർ സ്റ്റേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി അപ്പം നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഒന്നും കൂടെ നമ്മൾ പറയുന്നത്. തെർമൽ പവർ സ്റ്റേഷൻ. തേം എന്ന് പറയുന്ന വാക്ക് അല്ലെ തെർമൽ എന്ന് പറയുന്ന വാക്ക് ചൂടായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? അപ്പം ഇവിടെ CNGയോ കോളോ ഡീസലോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും വെള്ളം ചൂടാക്കും. എന്നിട്ട് അതിന് വരുന്ന സ്റ്റീമിനെ, ആവിനെ നമ്മൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. അങ്ങനെ ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആര് തിരിയും? നമ്മളുടെ ആർമേച്ചർ കോയിൽ തിരിയും. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 75% തെർമൽ പവർ സ്റ്റേഷനിൽ കൂടെയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളെ കേരളത്തിൽ ബ്രഹ്മപുരം, അതേപോലെ തമിഴ്നാട് മെറ്റൂർ, സൗത്ത് ഇന്ത്യയിൽ അതാണ് എക്സാമ്പിൾസ്. പിന്നെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഇവിടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന എന്താ? അവിടെ കോളിന് പകരം നമുക്ക് വെള്ളം ചൂടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ എനർജിയാണ് എന്ത് ചെയ്യുന്നത്? വെള്ളത്തിനെ സ്റ്റീമാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം തമിഴ്നാട് കൂടംകുളം, കൽപ്പാക്കം അവിടെയാണ് നമ്മളുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനും കൂടിയാണ്. അപ്പോൾ ഡാമിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് വെള്ളം തടഞ്ഞു വെക്കും. എന്നിട്ട് ഈ കാണുന്ന പൈപ്പിന് പെൻസ്റ്റോക്ക് എന്ന് പറയും. ഈ പെൻസ്റ്റോക്ക് എന്ന് പറയുന്ന പൈപ്പ് കൂടെ അണ്ടർഗ്രൗണ്ടുള്ള പവർ ജനറേഷൻ ഭാഗത്തേക്ക് വെള്ളം സെൻഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കണ്ടോ, ഇതാണ് നമ്മളുടെ ഇവിടെ ഈ സാധനം ടർബൈൻ എന്ന് പറയുന്നത്. ഈ ടർബൈൻ ഇങ്ങോട്ട് തിരിയുമ്പം അവിടെ ഇതാണ് മാഗ്നറ്റ്. ഇവിടെ എന്തുണ്ടാവും? ആർമേച്ചർ കോയിൽ ഉണ്ടാവും. ആർമേച്ചർ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങാൻ തുടങ്ങുമ്പം പുറമേക്ക് എന്ത് വരും? കറണ്ട് വരും. അത് കണക്ട് ചെയ്തിട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ പവർ ഒന്ന് കൂട്ടും. എന്നിട്ട് ഈ വലിയ ടവർ ലൈൻസ് കണ്ടോ, 110 kV ലൈൻസിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ എവിടെ എത്തിക്കും? പവർ സ്റ്റേഷൻ നേരെ പോകുന്നത് സബ്സ്റ്റേഷനിലേക്കാണ്. സബ്സ്റ്റേഷനാണ് പിന്നെ നേരെ നമ്മൾ വീടിൻ്റെ അടുത്തേക്കുള്ള ട്രാൻസ്ഫോമറിലേക്ക് വരുന്നത്. ട്രാൻസ്ഫോമറിനാണ് നമ്മളുടെ വീടുകളിലേക്ക് ലൈൻസ് കൂടെ കറണ്ട് എത്തുന്നത്. അത് നമ്മൾ ട്രാൻസ്മിഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? ഹീറ്റ് എനർജീനെ ഇലക്ട്രിക് എനർജി ആക്കി മാറ്റുന്നു. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണെങ്കിലോ, ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നടത്തുന്ന ചേഞ്ച് എന്താ? അവിടെ ന്യൂക്ലിയർ എനർജീനെ ഇലക്ട്രിക് എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ന്യൂക്ലിയർ എനർജി is converted into electric energy. ഓക്കെ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണെങ്കിലോ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ വെള്ളത്തിനെ തടഞ്ഞു വെക്കുമ്പം അതിൻ്റെ അകത്തുള്ള എനർജി എന്താ? എനർജി ഡ്യൂ ടു പൊസിഷൻ, പൊട്ടൻഷ്യൽ എനർജി. അവിടെയുള്ള എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി എന്ന് നമുക്ക് പറയാം. മൂവ് ചെയ്യുന്ന വാട്ടർ ആയിരുന്നു മെക്കാനിക്കൽ എനർജി എന്നും പറയാം. അതിനെന്താക്കി മാറ്റുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ?
ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് പവർ സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ വീടുകളിലേക്ക് എത്തുന്നത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിനാണ് നമ്മൾ ഹൈ പവർ ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുന്നത്. ഹൈ പവർ ട്രാൻസ്മിഷൻ ലൈൻസ്. ഈ ഹൈ പവർ ട്രാൻസ്മിഷൻ ലൈൻസിൽ നിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? പവർ സ്റ്റേഷനിൽ നിന്ന് സബ് സ്റ്റേഷനിലേക്ക് പോകും. സബ് സ്റ്റേഷനിൽ അതിൻ്റെ വോൾട്ടേജ് ഒക്കെ കുറച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഡൊമസ്റ്റിക് സപ്ലൈ ലൈൻസിലേക്ക്, ട്രാൻസ്ഫോമറിലേക്ക് പോകും. പവർ സ്റ്റേഷനിൽ നിന്നുള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് സബ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് നേരെ നമ്മളുടെ വീടുകളിലേക്ക് വരുന്ന, സബ് സ്റ്റേഷൻ നമ്മളുടെ വീടുകളിലേക്ക് വരുന്ന മെയിൻ ഇലക്ട്രിക്കൽ ലൈൻസ് കൂടെ നമ്മൾ വീടുകളിലേക്ക് എത്താണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കണ്ടക്റ്റിംഗ് വയേഴ്സ്. അപ്പം ഇവിടെ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു കണ്ടക്ടർ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ലോ പഠിച്ചിട്ടുണ്ട്, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പ്രകാരം എന്തായാലും അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഷുവറാണ്. അപ്പോൾ ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് കുറച്ചൊക്കെ കറണ്ട് നമുക്ക് നഷ്ടപ്പെടും. ട്രാൻസ്മിഷൻ ലോസ് എന്നാണ് നമ്മളതിന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അപ്പം എന്തൊക്കെ ഫാക്ടേഴ്സിൻ്റെ മുകളിലാണ് ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആദ്യം നമുക്ക് നോക്കാം. ഒന്ന്, അതുകൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് എത്രയാണ്? നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വയേഴ്സ് ഉണ്ടല്ലോ, കമ്പി, അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? എത്ര സമയത്തേക്കാണ് നമ്മൾ കറണ്ട് അതുകൂടെ മൂവ് ചെയ്യുന്നത്? ഇതിൻ്റെ മുകളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ. അപ്പം എന്തായാലും ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, കാരണം ഇലക്ട്രിസിറ്റീൻ്റെ ആവശ്യം 24 hours ഉണ്ട്. അപ്പോൾ ടൈം വ്യത്യാസം വരുന്ന നടക്കുന്ന പണിയല്ല. പിന്നെ നമുക്ക് ചേഞ്ചസ് വരുത്താം. ഒന്നെങ്കിൽ അതുകൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം, മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിൽ മാറ്റം വരുത്താം. ഇത് രണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പ്രാക്ടിക്കലി ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം if the values of these are reduced, quantity of heat produced can be reduced and thus energy loss can be minimized. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നോട്ട് പ്രാക്ടിക്കൽ ടു റെഡ്യൂസ് ടൈം, നടക്കില്ല. ടു റെഡ്യൂസ് റെസിസ്റ്റൻസ് യൂസ് മെറ്റീരിയൽസ് വിത്ത് ലോ റെസിസ്റ്റിവിറ്റി കുറഞ്ഞ, തടസ്സം കുറച്ചുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക. പിന്നെ അപ്പം നമ്മളതിനെ ചെയ്യുന്ന എന്താ? കുറഞ്ഞ റെസിസ്റ്റിവിറ്റിയുള്ള മെറ്റൽ വയർസ് ഉപയോഗിക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ വോൾട്ടേജ് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാം, എന്നിട്ട് കറണ്ടിൻ്റെ അളവ് കുറയ്ക്കാം. വോൾട്ടേജ് ഹൈ ആക്കുക, കറണ്ടിൻ്റെ അളവ് കുറയ്ക്കാം, പവർ ചേഞ്ച് ചെയ്യാതെ. അതൊക്കെ എവിടെ നടക്കും? നമ്മളുടെ പവർ സ്റ്റേഷനിൽ നടക്കും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, മെഷീനറീസൊക്കെ ഉണ്ട്. അപ്പം വോൾട്ടേജ് കൂട്ടുക, കറണ്ട് അങ്ങോട്ട് കുറയ്ക്കുക, പവർ മാറ്റാതെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ലോസ് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്രീസ് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണുള്ളത്. എൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു ഓൾ ഓഫ് യു.